Alhamdulillah, nahmadullaha wa nasta'inuhu wa nu'minu bihi wa natawakkalu alayhi wa na'udhu billahi min shururi anfusina wa min sayyiati a'malina. Man yahdihillahu fala mudilla lahu wa man yudlil fala hadiya lahu. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أيها الناس اتقوا الله عباد الله. أعوذ بالله السميع العليم من الشيطان الرجيم. لقد كان لكم في رسول الله أسوة حسنة لمن كان يرجو الله واليوم الآخر وذكر الله كثيرا. صدق الله العظيم. لا حول ولا قوة إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പടച്ചവനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആദ്യമേ വസിയത്ത് ചെയ്യുന്നു, ഉത്ബോധിപ്പിക്കുന്നു. പരമദയാലുവായ നാഥൻ നാം ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രവാചകനാണ് പരിഹാരം എന്ന വിഷയത്തിൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഉദാത്തമായ സ്വഭാവ സംസ്കാരത്തെ സംബന്ധിച്ചാണ് പറഞ്ഞു വന്നത്. മുഹമ്മദീയ വിപ്ലവം ലോകത്തെ അത്യഗാധമായി സ്വാധീനിച്ചതിൻ്റെ സുപ്രധാനമായ ഒരു കാരണം വെട്ടിത്തിളങ്ങുന്ന പ്രവാചകന്റെ ഈ സ്വഭാവ മഹിമയായിരുന്നു എന്ന് നാം സൂചിപ്പിച്ചു. കാരുണ്യവാനായ നാഥൻ കാരുണ്യമായി നിയോഗിച്ച പ്രവാചകന് നൽകിയ സവിശേഷമായ കാരുണ്യമായിരുന്നു ആ സ്വഭാവമെന്ന് ഖുർആൻ തന്നെ പ്രസ്താവിച്ചിട്ടുമുണ്ട്. പ്രവാചകന്റെ ഈ സ്വഭാവം അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിന്റെ മാതൃകയാണെന്ന് ഖുർആൻ വളരെ ശക്തമായ ശൈലിയിൽ ബോധിപ്പിച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ 33-ാം അധ്യായം അൽ-അഹ്സാബ് 21-ാം വചനം, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, ദൈവദൂതനിലാണ് തീർച്ചയായും പടച്ചവനിലും പരലോകത്തിലും പ്രതീക്ഷയർപ്പിക്കുന്ന, വദക്കറല്ലാഹ കസീറൻ, ജീവിതത്തിന്റെ വ്യത്യസ്തങ്ങളായ മണ്ഡലങ്ങളിൽ വിഹരിക്കുമ്പോൾ അല്ലാഹുവിനെ ധാരാളമായി സ്മരിക്കുകയും ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം
ആ ദൈവദൂതന്റെ മാതൃകയാണ് ഉദാത്തമായ മാതൃകയെന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. പ്രവാചകന്റെ ഈ ഉസ്വത്ത് ലോകത്തെ മറ്റേത് ദർശനത്തിൽ നിന്നും ഏത് ആചാര്യനിൽ നിന്നും സ്വീകരിക്കുന്ന ഉസ്വത്തിനേക്കാൾ എത്രയോ ഉത്കൃഷ്ടവും എത്രയോ അമൂല്യവുമാണ് എന്ന് അല്ലാഹു തന്നെ നമ്മെ അറിയിക്കുകയാണ്. ഉസ്വത്തുൻ ഹസന, ഉദാത്തമായ മാതൃക, അത് ഈ പ്രവാചകനിൽ നിന്നാണ് നിങ്ങൾ സ്വീകരിക്കേണ്ടത് എന്ന് പറയുന്നു. പ്രിയമുള്ളവരെ, ഇവിടെയാണല്ലോ നമുക്ക് പിഴച്ചുപോകുന്നത്. പ്രവാചകന്റെ ഉസ്വത്തിനെ ആരാധനാ കർമ്മങ്ങളുടെ സൂക്ഷ്മമായ വശങ്ങളിൽ പോലും അനുകരിക്കാൻ ശ്രദ്ധിക്കുന്ന സമുദായം, പക്ഷേ പ്രവാചകന്റെ സ്വഭാവ സംസ്കാരത്തെ, ചലനാത്മകമായ മനുഷ്യ ജീവിതത്തിന്റെ വ്യത്യസ്ത മണ്ഡലങ്ങളിൽ പ്രവാചകൻ ഉയർത്തിപ്പിടിച്ച മാതൃകകളെ അവഗണിക്കുന്നു അല്ലെങ്കിൽ ശ്രദ്ധിക്കുന്നില്ല എന്നതാണ് നമ്മുടെ പ്രശ്നം. ഞാൻ വിശദീകരിക്കാതെ തന്നെ നിങ്ങൾക്കൊക്കെ അറിയുന്ന കാര്യമാണത്. പ്രവാചകന്റെ സ്വഭാവത്തിന്റെ അടിത്തറ കരുണയായിരുന്നു എന്ന് ഖുർആൻ നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. മനുഷ്യനോടുള്ള ബഹുമാനവും ആദരവുമായിരുന്നു അതിന്റെ അടിസ്ഥാനമെന്ന് ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. മനുഷ്യൻ ആ നിലക്ക് തന്നെ മനുഷ്യനെ ആദരിക്കണം എന്നാണല്ലോ ഖുർആന്റെ ശാസന. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന എന്ന് പടച്ചവൻ നമ്മെ ബോധ്യപ്പെടുത്തുമ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകൻ മനുഷ്യനെ എങ്ങനെ നോക്കിക്കണ്ടു, നാം മനുഷ്യനെ ആദരിച്ചു എന്ന് ഖുർആൻ പറഞ്ഞു. പടച്ചവൻ ആദരിച്ച സൃഷ്ടിയാണ് മനുഷ്യൻ. അവന്റെ എല്ലാ വൈവിധ്യങ്ങളും മാറ്റിവെച്ചാലും, അവന്റെ ആദർശങ്ങളും അവന്റെ വിശ്വാസങ്ങളും മാറ്റിവെച്ചാലും, മനുഷ്യൻ എന്ന നിലക്ക് തന്നെ മനുഷ്യനെ ആദരിക്കണം എന്നാണ് ഖുർആന്റെ സന്ദേശം. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യനെ ഈ അർത്ഥത്തിൽ പരിഗണിച്ചിട്ടുണ്ട്. അതാണ് പ്രവാചകന്റെ ഉസ്വത്തുൻ ഹസന. നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യം എന്തുമാത്രമെന്ന് ചോദിച്ചാൽ, അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, നബി എന്നോട് സംസാരിക്കുമ്പോൾ അന്നീ ലനന്തു അന്നീ ഖൈറൽ ഖൗം, ഞാൻ വിചാരിക്കുന്നത് ഈ സമൂഹത്തിലെ ഏറ്റവും ശ്രേഷ്ഠനായ വ്യക്തി ഞാനാണ് എന്ന മട്ടിലാണ് നബി എന്നോട് സംസാരിക്കാറുണ്ടായിരുന്നത്. പ്രിയമുള്ളവരെ, വളരെ ഗൗരവത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. പ്രവാചകൻ ഒരു മനുഷ്യനോട് സംസാരിക്കുമ്പോൾ സമൂഹത്തിലെ ഏറ്റവും ഉത്തമനായ മനുഷ്യൻ ഞാനാണ് എന്ന് അയാളെ തോന്നിപ്പിക്കുന്ന രീതിയിലാണ് പ്രവാചകൻ അയാളെ പരിഗണിച്ചിരുന്നത് എന്നർത്ഥം. മനുഷ്യനോടുള്ള ആദരമാണ്. ലഖദ് കറംനാ ബനി ആദം. എത്ര മോശക്കാരനായ മനുഷ്യനെയും പ്രവാചകൻ അങ്ങനെ പരിഗണിച്ചിരുന്നു. ഞാൻ വിശദീകരിക്കുന്നില്ല പ്രവാചകൻ മനുഷ്യന് കൊടുത്ത ഈ പരിഗണന. ഇതാണ് റസൂലിന്റെ ഉസ്വത്തുൻ ഹസന. ഇതിനെ ആ അർത്ഥത്തിൽ ഉൾക്കൊള്ളാൻ നമുക്ക് പലപ്പോഴും കഴിയുന്നില്ല. മനുഷ്യനെ പരിഗണിക്കുന്ന ഒരു സ്വഭാവം നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എന്നോട് തന്നെയാണ് പറയുന്നത്. ഒരു പരക്കം പാച്ചിലിൽ എതിരെ വരുന്ന ഒരു സഹോദരനെ കണ്ടുമുട്ടിയാൽ അയാളെ ഒന്ന് കൺസിഡർ ചെയ്യാനുള്ള ഒരു ഹൃദയവിശാലത, അയാളോടൊന്ന് ഹൃദയം തുറന്ന് പുഞ്ചിരിക്കാനുള്ള ഒരു മനസ്സിന്റെ ഒരു അലിവ്, ഇത് നമുക്ക് നഷ്ടപ്പെടുകയല്ലേ? ഹദീസുകളിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാൾക്ക് കൈ കൊടുത്താൽ, ഹസ്തദാനം ചെയ്താൽ, മുസാഫഹത്ത് ചെയ്താൽ, ആ മനുഷ്യൻ കൈ പിൻവലിക്കുന്നതുവരെ പ്രവാചകൻ കൈവലിക്കാറുണ്ടായിരുന്നില്ല. ചിന്തിക്കേണ്ട കാര്യമാണ്. ആ മനുഷ്യൻ കൈ പിൻവലിച്ചു പോകുന്നതുവരെ പ്രവാചകൻ കൈവലിക്കാറുണ്ടായിരുന്നില്ല.
അദ്ദേഹം സംഭാഷണം അവസാനിപ്പിച്ച് മുഖം തിരിഞ്ഞു പോകുന്നതുവരെ പ്രവാചകൻ അദ്ദേഹത്തിൽ നിന്ന് മുഖം തിരിക്കാറുണ്ടായിരുന്നില്ല. ഹദീസുകളിൽ കാണാം, ഒരാളോട് ഇരുന്ന് സംസാരിക്കുന്ന സന്ദർഭത്തിൽ അയാളുടെ കാൽമുട്ട നീട്ടുന്നതിനേക്കാൾ കൂടുതൽ പ്രവാചകൻ നീട്ടിവെക്കാറുണ്ടായിരുന്നില്ല എന്ന്. ഹദീസുകളൊന്നും ഞാൻ ഉദ്ധരിക്കുന്നില്ല, നമുക്കൊക്കെ അറിയാം. ഞാൻ ആശയം മാത്രമാണ് സൂചിപ്പിക്കുന്നത്. മനുഷ്യനെ അത്രമേൽ റസൂലുള്ളാഹി പരിഗണിച്ചിരുന്നു എന്നർത്ഥം. അവർക്ക് മുഖം കൊടുത്തിരുന്നു, അവരെ കേൾക്കാൻ വിശാലത കാണിച്ചിരുന്നു. നമ്മളിൽ പലരും നല്ല പറച്ചിലുകാരാണ്, പക്ഷെ നല്ല കേൾവിക്കാരല്ലല്ലോ. എനിക്ക് നിങ്ങളോട് പറയാൻ വലിയ താല്പര്യമാണ്, പക്ഷെ നിങ്ങളിൽ നിന്ന് ഇങ്ങോട്ട് കേൾക്കാൻ എനിക്ക് അത്ര താല്പര്യമില്ല. നിങ്ങൾ പറഞ്ഞു തുടങ്ങുമ്പോൾ ഞാൻ അസ്വസ്ഥനാവും, അല്ലെങ്കിൽ അസ്വസ്ഥതയുടെ ഭാവഭാവങ്ങൾ എന്റെ മുഖത്ത് പ്രകടമാകും. എന്റെ സമയം കഴിഞ്ഞു എന്ന് ഞാൻ ധൃതിപ്പെടും. എനിക്കാകെ 5 മിനിറ്റാണുള്ളത്, അവിടെ എത്താനുണ്ട് എന്ന് പറഞ്ഞ് നിങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു ശ്രമമാണ് ഞാൻ നടത്തുക. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സംബന്ധിച്ച് പറയുകയാണ്, കാന ഇദാ സാഫഹ അർ-റജുല ലം യൻസ യദഹു മിൻ യദിഹി ഹത്താ യകൂനഹു വല്ലദി യൻസ യദഹു. കൈകൊടുത്ത മനുഷ്യൻ അദ്ദേഹം സ്വയം കൈവലിക്കുന്നത് വരെ റസൂലുള്ളാഹി അങ്ങനെ നിൽക്കും, പറയാനുള്ളതൊക്കെ കേൾക്കും. വളരെ ക്രുദ്ധനായ ഒരു മനുഷ്യനൊരിക്കൽ പ്രവാചകനോട് പറഞ്ഞല്ലോ, മുഹമ്മദേ, ഈ സക്കാത്തിന്റെ സമ്പത്ത് നീ വീതിക്കുന്നുണ്ടല്ലോ, അത് നിന്റെതാണോ നിന്റെ വാപ്പാടതാണോ എന്ന് ചോദിച്ചു ഒരാൾ, അറാബിയായ ഒരു മനുഷ്യൻ. ഏറ്റവും പ്രകോപനപരമായ ചോദ്യം. അയാളെ കൈകാര്യം ചെയ്യാനൊരുങ്ങിയ അനുചരന്മാരെ തടഞ്ഞു നിർത്തിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പ്രതികരണം, അയാൾ അവകാശിയാണല്ലോ, അവകാശികൾക്ക് ചിലത് പറയാനും അവകാശമുണ്ട്. ഇത് മനസ്സിന്റെ വിശാലതയാണ്. മറ്റൊരാളെ ഉൾക്കൊള്ളുവാൻ, ഒരു സമൂഹത്തെ ഉൾക്കൊള്ളുവാനുള്ള നമ്മുടെ മനസ്സിന്റെ വിശാലത ഇല്ലാതായി വരുമ്പോഴാണ് നമ്മുടെ ഹൃദയത്തിന്റെ അതിർത്തി ചുരുങ്ങി ചുരുങ്ങി വരുമ്പോഴാണ് ഒരാൾക്ക് മുഖം കൊടുക്കാൻ കഴിയാതെ പോകുന്നത്, ഒരു മനുഷ്യനെ പരിഗണിക്കാൻ കഴിയാതെ പോകുന്നത്, നമ്മൾ തിരക്കിന്റെ അടിമകളായി മാറുന്നത്. ഭയങ്കര ജാടയാണ് നമ്മളൊക്കെ പറയുന്ന ഭാഷയിൽ. വലിയ തിരക്കുകൊണ്ട് എനിക്ക് സാധിച്ചില്ല എന്നാ. ഇതൊക്കെ നമ്മൾ കൃത്രിമമായിട്ട് പറയുന്ന ചില വാദഗതികളാണല്ലോ. ഒന്നാലോചിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഞാൻ തിരക്കിലായിരുന്നു, അതുകൊണ്ട് ഇത്ര നാളായിട്ട് ഉമ്മാരുടെ അടുത്ത് പോകാൻ കഴിഞ്ഞില്ല. ഉമ്മാരുടെ അടുത്ത് പോകാൻ, അവരെ സന്ദർശിക്കാനുള്ള സമയം അത് ഞാൻ എന്റെ ഈ പ്രവർത്തന പരിപാടിയിൽ ഞാൻ ഉൾപ്പെടുത്തിയില്ല, അതിന് സമയം കണ്ടില്ല എന്നാണ് അതിനർത്ഥം. വളരെ കൃത്രിമമായ തിരക്കഭിനയിച്ചുകൊണ്ട് പരക്കം പായുന്ന ഒരു ജീവിതത്തിലാണ് നമ്മൾ പലപ്പോഴും. ഇവിടെ മനുഷ്യനെ പരിഗണിക്കാൻ, നമ്മളോട് സംസാരിക്കാൻ വരുന്ന ഒരാളെ അയാൾക്കൊന്ന് മുഖം കൊടുക്കാൻ, അയാൾക്കൊന്ന് നമ്മുടെ ചെവി കൊടുക്കുവാൻ, വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി എന്ന് തികവോടുകൂടി ഒന്ന് സലാം അടക്കുവാൻ നമുക്ക് കഴിയാതെ പോവുകയാണ്. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസനത്തുൻ. പ്രവാചകനിലാണ് നിങ്ങളുടെ ഉദാത്തമായ മാതൃക, ജനാധിപത്യത്തിന്റെ ഏറ്റവും ഉത്കൃഷ്ടമായ മാതൃക. തന്റെ മുമ്പിലിരിക്കുന്ന മനുഷ്യനെ താനുമായി കണ്ടുമുട്ടുന്ന ഒരാളെ പരിഗണിക്കുക എന്നത്, അയാളെ കേൾക്കുക എന്നത്, അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നത്, അയാൾക്ക് വേണ്ടി സമയം നീക്കിവെക്കുക എന്നത് ഏറ്റവും വലിയ ജനാധിപത്യ മര്യാദയാണ്. എന്തുകൊണ്ട് നമുക്കത് സാധിക്കാതെ പോകുന്നു? ഈ റബീഉൽ അവ്വലിൽ പ്രവാചകനെ സംബന്ധിച്ചുള്ള പ്രകീർത്തനങ്ങളുടെ ഈ ബഹളത്തിനിടയിൽ പോലും ഇന്ന് റബീഉൽ അവ്വലിലെ ഈ വെള്ളിയാഴ്ച പള്ളിയിലേക്ക് വരുന്നതിന് മുമ്പ് പത്രം നിവർത്തി നോക്കുമ്പോൾ നമ്മൾ കാണുന്ന വാർത്ത ഞാൻ വിശദീകരിക്കേണ്ടതില്ല, നിങ്ങൾക്കൊക്കെ അറിയാം. മറ്റൊരാളെ സഹിക്കാനുള്ള നമ്മുടെ കഴിവില്ലായ്മ, വ്യത്യസ്തമായ ആശയങ്ങളുള്ള ഒരു സംഘടനയെ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ സഹിക്കാനുള്ള നമ്മുടെ കഴിവില്ലായ്മ, പ്രവാചകന്റെ പേരിൽ പോലും സമാധാനപൂർണമായ ഒരു ചർച്ച നടത്താൻ ത്രാണിയില്ലാത്ത ഒരു സമുദായമായിട്ട് നമ്മൾ മാറുന്നില്ലേ? ഇന്നത്തെ പത്രത്തിൽ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും,
മഞ്ചേരിയിൽ പ്രവാചകൻ തെറ്റിദ്ധരിക്കപ്പെടുന്ന പ്രവാചക സ്നേഹം, അതിനെ സംബന്ധിച്ചാണ് പരിപാടി. പ്രവാചകന്റെ സ്വഭാവത്തെക്കുറിച്ച് ലോകത്തെ ബോധവൽക്കരിക്കാൻ സംഘടിപ്പിക്കുന്ന പരിപാടി. ആ പരിപാടി സംഘർഷപൂർണമായി. ചോദ്യോത്തരവേള നിയന്ത്രിക്കാൻ കഴിയാതെ വരുന്നു. അവസാനം തർക്കം കയ്യാങ്കളിയിലെത്തുന്നു. പോലീസ് ഇടപെട്ട് പരിപാടി നിർത്തിവെപ്പിക്കുന്നു. ഇതാണ് മുസ്ലിം ഉമ്മത്തിന്റെ ചിത്രം. പ്രവാചകന്റെ മഹത്തായ മാതൃക എന്താണോ അത് ലോകത്തോട് വിളിച്ചു പറയാൻ 2-3 മണിക്കൂർ വിയോജിപ്പുള്ള വിഷയങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ശാന്തതയോടെ സമാധാനത്തോടെ ഒന്ന് ചർച്ച ചെയ്യാൻ പോലും സാധിക്കാതെ ഒരു പരിപാടി കയ്യാങ്കളിയിൽ അടിച്ചു പിരിയുമ്പോൾ അത് ലോകത്തിന് വേറൊരു സന്ദേശം നൽകുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇരിക്കും പറയാം. പിന്നെ ഏത് സംഘടന അല്ലെങ്കിൽ ഏത് വിഭാഗം എന്നേടത്തല്ല ഊന്നൽ. പ്രവാചകനെ സംബന്ധിച്ച് ചർച്ച ചെയ്യാൻ നമ്മൾ സംഘടിപ്പിക്കുന്ന ഒരു പരിപാടിയിൽ പോലും നമുക്കങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹത്തിന്റെ ഭാഷയിൽ പ്രവാചകൻ പരിഗണിച്ച രീതിയിൽ മറ്റൊരു മനുഷ്യനെ പരിഗണിച്ചുകൊണ്ടും മറ്റൊരു സംഘടനയെ ഉൾക്കൊണ്ടുകൊണ്ടും നമുക്ക് സമാധാനപൂർണമായി സംസാരിക്കാൻ കഴിയുന്നില്ല എന്നിടത്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. മറ്റു വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. എന്റെ വിഷയം പ്രവാചകനെ സംബന്ധിച്ച് നമ്മൾ സംസാരിക്കുന്ന ഈ സന്ദർഭം ധാരാളമായിട്ട് പരിപാടികൾ സംഘടിപ്പിക്കുന്ന സന്ദർഭം ഇത് മുസ്ലിം സംഘടനകൾക്കിടയിൽ മാത്രമല്ല, ഒരുപാട് മറ്റുള്ള ജനങ്ങൾ തിങ്ങി ജീവിക്കുന്ന ഒരു നാട്ടിൽ, ഒരു ബഹുസ്വര സമൂഹത്തിൽ, ആ സമൂഹത്തിന്റെ മുമ്പിൽ അന്യമതസ്ഥനായ ഒരു മനുഷ്യന്റെ ശവമഞ്ചം കടന്നു പോകുമ്പോൾ ജീവനുള്ള മനുഷ്യനല്ല, മരിച്ച മനുഷ്യനോട് പോലും ആദരം കാണിച്ച് എഴുന്നേറ്റ് നിന്ന പ്രവാചകന്റെ പാരമ്പര്യം. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. ജീവിച്ചിരിക്കുന്ന മനുഷ്യനല്ല, മരിച്ച മനുഷ്യനെ പോലും അയാൾക്ക് ഇഹ്തിറാം കൊടുക്കണം, ഇക്റാം കൊടുക്കണം എന്ന് പഠിപ്പിച്ച പ്രവാചകൻ. ഞാൻ വിശദീകരിക്കുന്നില്ല. പറഞ്ഞു വന്നതിന്റെ ചുരുക്കം, മറ്റൊരാളെ ഉൾക്കൊള്ളുവാൻ, മറ്റൊരാൾക്ക് സമയം കൊടുക്കുവാൻ, മറ്റൊരാളെ ശാന്തമായിട്ട് കേൾക്കുവാൻ, വൈകാരികമായിട്ട് പ്രതികരിക്കാതിരിക്കുവാൻ, അത് ഏറ്റവും മോശമായിട്ടുള്ള ശാരീരികമായ ബലപ്രയോഗങ്ങളിലേക്ക് എത്താതിരിക്കുവാൻ, അവസാനം പോലീസൊക്കെ ഇടപെട്ട് നിങ്ങൾ പ്രവാചകനെക്കുറിച്ചുള്ള ചർച്ചയൊക്കെ തൽക്കാലം അവസാനിപ്പിച്ച് പിരിഞ്ഞു പോകണം, അതാണ് ഈ നാട്ടിലെ സമാധാനത്തിന് നല്ലത് എന്ന് പറയേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിൽ പ്രവാചക നിയോഗത്തെയും സന്ദേശത്തെയും സംബന്ധിച്ച് നമ്മൾ ഏറ്റവും വലിയ തെറ്റിദ്ധരിപ്പിക്കലല്ലേ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നത് വളരെ ഗൗരവത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഒരു മനുഷ്യന്റെ സ്വഭാവത്തെ സംബന്ധിച്ച് ആരാണ് യഥാർത്ഥത്തിൽ ആധികാരികമായിട്ട് പറയേണ്ടത്? എന്നെ സംബന്ധിച്ച് ഏറ്റവും ആധികാരികമായിട്ട് അഭിപ്രായം പറയാൻ കഴിവുള്ളതാരാണ്? ഞാനുമായിട്ട് ഏറ്റവും ഇടപഴകുന്ന ആളുകൾക്കാണ്. എന്നെ വല്ലപ്പോഴും എന്റെ ഒരു പ്രസംഗം കേൾക്കുന്നവരോ എന്റെ ലേഖനം വായിക്കുന്നവരോ അല്ല, ഞാനുമായിട്ട് ഇടപഴകിക്കൊണ്ടിരിക്കുന്ന ആളുകൾ. ഏറ്റവും കൂടുതൽ ഞാനുമായിട്ട് ഇടപഴകുന്നത് എന്റെ ഭാര്യയാണ്. എന്റെ ഭാര്യയുടെ അഭിപ്രായം എന്താണോ അതാണ് ഒരുപക്ഷെ മറ്റുള്ള എല്ലാ അഭിപ്രായങ്ങളെക്കാളും എന്റെ സ്വഭാവത്തെ സംബന്ധിച്ച് ആധികാരികമായ അഭിപ്രായം. എന്റെ സുഹൃത്തുക്കൾ, എന്റെ ആത്മമിത്രങ്ങൾ, എന്റെ കീഴിൽ പണിയെടുക്കുന്ന ആളുകൾ, ഇവരൊക്കെയാണല്ലോ എന്നെ സംബന്ധിച്ച് ഏറ്റവും ആധികാരികമായ അഭിപ്രായം പറയാൻ അർഹതയുള്ളവർ. ഈ മാനദണ്ഡം വെച്ച് നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്കൂ. അപ്പോൾ നമുക്ക് മനസ്സിലാകും, ലോകത്ത് നമ്മുടെ കയ്യിൽ ഒരു മഹാന്മാരുടെ പട്ടികയുണ്ട്. ആ പട്ടിക നമുക്ക് മാറ്റി എഴുതേണ്ടി വരും. രാഷ്ട്രീയ നേതാക്കന്മാർ, ചിന്തകന്മാർ, ബുദ്ധിജീവികൾ, കലാകാരന്മാർ, അവരുടെയൊക്കെ ജീവിതങ്ങൾ ഈ മാനദണ്ഡം വെച്ച് നമ്മളൊന്ന് പരിശോധിച്ചു നോക്കുക. പലപ്പോഴും അവരുടെ പരസ്യ ജീവിതം പ്രകാശപൂർണമായിരുന്നു, പക്ഷേ അവരുടെ സ്വകാര്യ ജീവിതം ഇരുട്ട് നിറഞ്ഞതായിരുന്നു. അവരുടെ പുറം ജീവിതം വളരെ സുതാര്യമായിരുന്നു, പക്ഷേ അവരുടെ അകം ജീവിതം എന്ന് പറയുന്നത് തികച്ചും ദുരൂഹമായിരുന്നു. പാബ്ലോ പിക്കാസോ മുതൽ വി എസ് നൈപോൾ വരെയുള്ള സാഹിത്യ സാമ്രാട്ടുകളുടെ ചരിത്രം,
രാഷ്ട്രീയ നേതാക്കന്മാരുടെ ചരിത്രം, ബുദ്ധിജീവികളുടെയും ചിന്തകന്മാരുടെയും ചരിത്രം നമ്മളൊന്ന് പരിശോധിച്ചു നോക്കൂ. അവരുമായിട്ട് ഏറ്റവും കൂടുതൽ ഇടപഴകിയ ആളുകൾ പറഞ്ഞ അഭിപ്രായങ്ങൾ എന്തായിരുന്നു? അവരുടെ ബാഹ്യജീവിതം പ്രസിദ്ധമായിരുന്നു, പക്ഷേ അവരുടെ പിന്നാമ്പുറങ്ങളിലെ ജീവിതം അങ്ങേയറ്റം കുപ്രസിദ്ധമായിരുന്നു. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെയാണ് വേറിട്ട് നിൽക്കുന്നത്. പ്രവാചകന്റെ സ്വഭാവത്തെ സംബന്ധിച്ച് അദ്ദേഹവുമായിട്ട് ഏറ്റവും കൂടുതൽ ഇടപഴകിയ ആളുകൾ, സഹവസിച്ചവർ പറഞ്ഞ അഭിപ്രായ പ്രകടനങ്ങൾ ചരിത്രം വളരെ കൃത്യതയോടുകൂടി രേഖപ്പെടുത്തിയിട്ടുണ്ട്. മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം പറയുന്നു, ഖദിംതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 10 സിനീൻ, 10 കൊല്ലം ഞാൻ നബിയോടൊപ്പം ഉണ്ടായിരുന്നു. നബിയുടെ ഒരു സേവകനായി, ഒരു ഭൃത്യനായി. ഫമാ ഖാല ലീ ഉഫ്ഫിൻ ഖത്തു, ഒരിക്കൽ പോലും 10 കൊല്ലത്തിനിടയിൽ ഉഫ്ഫിൻ എന്നൊരു വാക്ക്, ഛെ എന്നൊരു വാക്ക് പ്രവാചകന്റെ ഭാഗത്ത് നിന്ന് എനിക്ക് കേൾക്കേണ്ടി വന്നിട്ടില്ല. 10 കൊല്ലം നബിയോടൊപ്പം സഹവസിച്ച മനുഷ്യൻ പറയുകയാണ്. ഒമാ ഖാല ലീ ലിശൈഇൻ സനഅതുഹു ലിമ സനഅത, ഒരു കാര്യം ഞാൻ ചെയ്തു, എന്ത് നീ അത് ചെയ്തു എന്ന ഒരു ദേഷ്യം പിടിച്ച ഒരു ചോദ്യമുണ്ടായിട്ടില്ല. വലാ ലിശൈഇൻ തറക്തുഹു ലിമ തറക്ത, ഞാൻ ചെയ്യാതിരുന്ന ഒരു കാര്യം എന്തേ നീ അത് ചെയ്തില്ല എന്ന് ക്ഷോഭിച്ച ഒരനുഭവം എനിക്കില്ല. അദ്ദേഹം ജനങ്ങളിൽ ഏറ്റവും ഉത്തമനായിരുന്നു എന്ന് അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്. പലപ്പോഴും പ്രവാചകൻ തന്നെ അനസ് എന്നല്ല വിളിക്കുക, ഉനൈസ എന്നാണ്. അറബി അറിയുന്നവർക്കറിയാം, വല്ലാത്ത വാത്സല്യത്തോടുകൂടി അനസ് എന്ന് വിളിക്കുന്നതിന് പകരം ഉനൈസയെ, അനസൂട്ടി എന്ന് നമ്മൾ വിളിക്കുന്നത് പോലെ ആ സ്നേഹവാത്സല്യത്തിന്റെ ഭാഷയിലാണ് പ്രവാചകൻ സംസാരിക്കുക. അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഒരിക്കൽ എന്തോ ഒരു കാര്യം ചെയ്യാൻ നബി എന്നോട് പറഞ്ഞു. പെട്ടെന്നുണ്ടായ എന്നിൽ നിന്നുണ്ടായ പ്രതികരണം, ഞാൻ അത് ചെയ്യാൻ പോവില്ല, എനിക്ക് മനസ്സില്ല. അങ്ങനെ പറയുമ്പോഴും എന്റെ മനസ്സിൽ പ്രവാചകൻ പറഞ്ഞ കാര്യം ചെയ്യണമെന്നുണ്ടായിരുന്നു. അങ്ങനെ കുറച്ചു കഴിഞ്ഞപ്പോൾ ഞാനത് ചെയ്യാൻ വേണ്ടി പുറപ്പെട്ടു. അങ്ങനെ തെരുവിലേക്ക് ഇറങ്ങുമ്പോൾ കുട്ടികൾ കളിക്കുന്നു. ആ കളി നോക്കി ഞാൻ അങ്ങനെ നിൽക്കുമ്പോ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ കണ്ടിരുന്നില്ല, പ്രവാചകൻ പിന്നിലൂടെ വന്നിട്ട് എന്നെ കെട്ടിപ്പിടിച്ചു. എന്നിട്ട് ചോദിച്ചു, യാ ഉനൈസ് ദഹബ്ത ഹൈസു അമർതുക്, അല്ല അനസൂട്ടി, ഞാൻ പറഞ്ഞിടത്തേക്ക് നീ പോവാണോ എന്ന് ചിരിച്ചുകൊണ്ട് ചോദിക്കുന്ന റസൂലിനെ ഞാൻ കാണുകയാണ്. മനസ്സിൽ നമ്മളൊന്ന് സങ്കല്പിച്ചു നോക്കൂ. 23 സംവത്സരം കൊണ്ട് ലോകത്തെ മാറ്റിമറിച്ച മഹാവിപ്ലവത്തിന്റെ നെടുനായകത്വം വഹിച്ച പ്രവാചകൻ, ആ പ്രവാചകന്റെ മറ്റൊരു ചിത്രമാണ്. പിന്നിലൂടെ ചെന്ന് കെട്ടിപ്പിടിച്ചുകൊണ്ട്, മോനെ നീ ഞാൻ പറഞ്ഞിടത്തേക്ക് പോവുകയാണോ എന്ന് ചിരിച്ചുകൊണ്ട് ചോദിക്കുന്ന പ്രവാചകന്റെ വാത്സല്യപൂർണമായ പെരുമാറ്റത്തിന്റെ മനോഹരമായ ചിത്രം. നമ്മുടെ കീഴിൽ ജോലിയെടുക്കുന്ന ആളുകളുണ്ടല്ലോ, നമ്മുടെ കടയിൽ ജോലി ചെയ്യുന്ന ആളുകൾ, ഓഫീസിൽ നമ്മുടെ കീഴ് ജീവനക്കാരായ ആളുകൾ, എത്ര ആളുകൾക്ക് നമ്മളെ സംബന്ധിച്ച് ഇങ്ങനെ പറയാൻ കഴിയും? പ്രവാചകന്റെ ഭാര്യ ആയിഷ ബീവി അദ്ദേഹത്തിന്റെ സ്വഭാവം വളരെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആയിഷ ബീവി പറയുന്ന വാക്കുകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നും. പ്രവാചകന്റെ വ്യക്തിത്വത്തെ സംബന്ധിച്ച് സ്ത്രീകളോട് ഏറ്റവും മാന്യമായിട്ട് പെരുമാറണമെന്ന് പഠിപ്പിച്ച റസൂൽ, ഇന്ന ലിസൗജിക അലൈക ഹഖ്ക, നിന്റെ ഭാര്യയോട് നിനക്ക് ചില ബാധ്യതകളുണ്ട്, അതവരുടെ അവകാശമാണ്, അതിൽ ഉപേക്ഷ വരുത്താൻ പാടില്ല. അവസാനത്തെ പ്രഭാഷണത്തിൽ ഹജ്ജത്തുൽ വിദായിൽ പോലും പ്രവാചകൻ സ്ത്രീകളുടെ കാര്യം പ്രത്യേകമായിട്ട് എടുത്തു പറഞ്ഞു. നിങ്ങളിൽ ഏറ്റവും നല്ല മനുഷ്യൻ സ്വന്തം കുടുംബിനിയോട് മാന്യമായിട്ട് പെരുമാറുന്നവനാണ് എന്ന് റസൂലുള്ളാഹി പഠിപ്പിച്ചു. ആ പ്രവാചകൻ സഹാബത്തൊരിക്കൽ ചോദിക്കുകയാണ്, മാ ഹഖ്ഖു സൗജത്തി അഹദിനാ അലൈഹി, പ്രവാചകരെ, ഭാര്യയോടുള്ള അവകാശങ്ങളെപ്പറ്റി താങ്കൾ പറയുന്നുണ്ടല്ലോ, എന്താണ് ഞങ്ങൾക്ക് അവരോടുള്ള ബാധ്യതകൾ? റസൂലുള്ളാഹി പറഞ്ഞു, വളരെ ചുരുക്കി പറഞ്ഞു, അൻ തുത്ഇമഹാ ഇദാ തഇംത, നീ ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ അവളും ഭക്ഷണം കഴിച്ചിട്ടുണ്ടെന്ന് നീ ഉറപ്പുവരുത്തണം. വളരെ ലളിതമായിട്ട്, നീ ഭക്ഷണം കഴിക്കുന്നുവെങ്കിൽ അവളും ഭക്ഷണം കഴിച്ചിട്ടുണ്ടെന്ന് നീ ഉറപ്പുവരുത്തണം. വതക്സുഹാ ഇദാ തസൈത,
നീ നല്ല വസ്ത്രം ധരിക്കുന്നുണ്ടെങ്കിൽ അവൾക്കും നല്ല വസ്ത്രമുണ്ട് എന്ന് നീ ഉറപ്പാക്കണം. വലാ തളരിബിൽ വജ്ഹ്, എന്ത് പ്രകോപനമുണ്ടായാലും ഒരിക്കലും സ്വന്തം കുടുംബിനിയുടെ മുഖത്തടിക്കാൻ പാടില്ല. വലാ തുകബ്ബിഹ്, അവളെ വഷളാക്കാൻ പാടില്ല. വലാ തഹ്ജുർ ഇല്ലാ ഫിൽ ബൈത്ത്, പിണക്കമുണ്ടാകാം, ആ പിണക്കങ്ങൾ വീട്ടിലൊതുക്കി നിർത്തണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഭാര്യയോട് വഴക്കുണ്ടാകുമ്പോൾ അത് ബന്ധുക്കളറിയാതെ കുട്ടികളറിയാതെ പോലും നിങ്ങൾക്കിടയിൽ ഒതുക്കി നിർത്തണം. 5 കാര്യങ്ങൾ ലളിതമായിട്ട് പറഞ്ഞു. ഞാൻ സൂചിപ്പിക്കുന്നത് ഈ പഞ്ചശീല തത്വങ്ങൾ, ഈ 5 കാര്യങ്ങൾ മുറുകെ പിടിച്ചാൽ ഒരുപക്ഷെ നമ്മുടെ കുടുംബജീവിതം ഏറ്റവും സമാധാനപൂർണമായി തീരും. മുഖത്തടിക്കരുതെന്നല്ലേ പ്രവാചകൻ പറഞ്ഞപ്പോൾ ബാക്കി അടിക്കാമല്ലോ എന്ന് ചിന്തിക്കരുത്. പ്രവാചകനെ സംബന്ധിച്ച് ഇമാം മുസ്ലിം രേഖപ്പെടുത്തിയ ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും തന്റെ കൈ ഉപയോഗിച്ചു പ്രവാചകൻ തന്റെ കൈകൊണ്ട് ഒരാളെ മർദ്ദിക്കുന്ന അനുഭവം, ഒരാളെ അടിക്കുന്ന അനുഭവം ഉണ്ടായിട്ടില്ല. ജിഹാദിന്റെ സന്ദർഭങ്ങളിൽ ഒഴികെ ഒരു വേലക്കാരനെ പോലും പ്രവാചകൻ അടിച്ചിട്ടില്ല, ഒരു ഭാര്യയെപ്പോലും പ്രവാചകൻ അടിച്ചിട്ടില്ല. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസനത്തുൻ. ആയിഷ ബീവി പറയുകയാണ്, പ്രവാചകന്റെ ഗാർഹിക ജീവിതം എങ്ങനെയായിരുന്നു? ഞാൻ നേരത്തെ സൂചിപ്പിച്ചുവല്ലോ, മഹത്തുക്കളെന്ന് എണ്ണപ്പെടുന്ന ധാരാളം ആളുകളുണ്ട്. അവരുടെ ജീവചരിത്രങ്ങൾ നമ്മൾ പഠിക്കേണ്ടതാണ്. പ്രവാചകനെ സംബന്ധിച്ച് ആയിഷ പറഞ്ഞു, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖ്സിഫുന ലഹു വയഖീതു സൗബഹു വയഅമലു ഫീ ബൈതിഹി കമാ, വിശദീകരിക്കുകയാണ്. പ്രവാചകൻ വീട്ടിൽ വന്നാൽ ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കാത്ത ഒരു പ്രവാചകന്റെ ചിത്രം കിട്ടുകയാണ്. പ്രവാചകൻ പുറത്തുപോയപ്പോൾ ഉപയോഗിച്ചിരുന്ന വസ്ത്രം മാറ്റി വീട്ടിലെ വസ്ത്രത്തിലേക്ക് മാറുന്നു. റസൂലുള്ള പിന്നെ വീട്ടുപണികളിലേക്ക് പോകും. അദ്ദേഹം ചെയ്യാത്ത ജോലിയൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് ആയിഷ പറയുന്നത്. ഒരു മനുഷ്യൻ സാധാരണ എടുക്കുന്ന എല്ലാ പണിയും വീട്ടിലെടുക്കുന്ന ഒരു നബി. എന്നിട്ട് വിശദീകരിക്കുകയാണ്, വസ്ത്രം വൃത്തിയാക്കുന്ന പ്രവാചകൻ, ചെരുപ്പ് വൃത്തിയാക്കുന്ന പ്രവാചകൻ, വീട്ടുകാരെ അടുക്കളപ്പണികളിൽ പോലും സഹായിക്കുന്ന പ്രവാചകൻ. വയഹ്ലുബു ശാത്തഹു, ഹദീസിൽ കാണാം, വീട്ടിലെ ആടിനെ കറന്നു കൊടുക്കുന്ന നബി. നമ്മൾ സങ്കല്പിച്ചു നോക്കൂ, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലെ ആടിനെ കറന്നു കൊടുക്കാറുണ്ടായിരുന്ന ഒരു നബി. ആ നബിയുടെ മുടിയിട്ട വെള്ളത്തെക്കുറിച്ചാണല്ലോ നമ്മൾ കാര്യമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണല്ലോ വിൽപ്പന നടത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലേക്കാണല്ലോ ലോകത്തിന്റെ ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത്. ആ പ്രവാചകന്റെ മുടിയോടുള്ള സ്നേഹം ആ റസൂലിന്റെ ഉസ്വത്തിനോട് നമുക്ക് പുലർത്താൻ കഴിയുന്നുണ്ടോ? പണ്ഡിതന്മാർക്ക് കഴിയുന്നുണ്ടോ? നേതൃത്വങ്ങൾക്ക് കഴിയുന്നുണ്ടോ? യഹ്ലുബു ശാത്തഹു, വീട്ടിലെ ആടിനെ കറന്നു കൊടുക്കുന്ന ഒരു നബി. വയഖ്ദിമു നഫ്സഹു, സ്വന്തം കാര്യങ്ങൾ സ്വയം തന്നെ നിർവഹിക്കുമായിരുന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയമുള്ളവരെ, ഒന്നും വേണ്ട, ഭാര്യയ്ക്ക് സുഖമില്ലാത്ത സമയത്തെങ്കിലും അങ്ങനെ ചെയ്യാനുള്ള ഒരു മനോവിശാലത സത്യവിശ്വാസികളായ എനിക്കും നിങ്ങൾക്കും എത്ര പേർക്കുണ്ടാവും? മുറ്റടിച്ചുവാരലും അടുക്കളപ്പണിയും ചോറുണ്ടാക്കലും ഇസ്തിരിയിടലും ഇതൊന്നും നമ്മൾ ആണുങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളതല്ലാതെ പെണ്ണുങ്ങൾക്കുള്ളതല്ലേ എന്നാണല്ലോ പലപ്പോഴും ഒരു പുരുഷാധിപത്യത്തിന്റെ ചിന്ത. പ്രവാചകന്റെ മറ്റൊരു ചിത്രം, ഹദീസുകൾ നമുക്ക്, ചരിത്രം നമുക്ക് വേണ്ടി രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. പ്രവാചകൻ ഇങ്ങനെയായിരുന്നു. വീട്ടിലെ എല്ലാ പണികളും എടുക്കുന്ന, അങ്ങേയറ്റം അവരെ സഹായിക്കുന്ന ഒരു സമീപനമായിരുന്നു വീട്ടിൽ പ്രവാചകൻ സ്വീകരിച്ചിരുന്നത്. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസനത്തു. സ്വഭാവത്തെ സംബന്ധിച്ച് കൂടുതൽ ശ്രദ്ധേയമായിട്ട് പിന്നെ പറയാൻ കഴിയുന്ന നമ്മുടെ എതിരാളികൾക്കാണ്, നമ്മുടെ പ്രതിയോഗികൾ, പ്രവാചകന്റെ ശത്രുക്കൾ പ്രവാചകനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. വളരെ പ്രസിദ്ധമായ ആ സംഭവമുണ്ടല്ലോ, നബിയുടെ മുമ്പിൽ ഒരാൾ വാളുയർത്തിപ്പിടിച്ചു നിന്ന ഒരു സംഭവം. ആരാണ് മുഹമ്മദെ എന്നിൽ നിന്ന് നിന്നെ രക്ഷിക്കുക? അയാളുടെ ചോദ്യം. അല്ലാഹ് എന്ന പ്രവാചകന്റെ അക്ഷോഭ്യമായ ഉത്തരം. ആ വിശ്വാസദാർഢ്യത്തിന്റെ മുമ്പിൽ പതറിപ്പോയി മനുഷ്യൻ. അയാളുടെ കയ്യിൽ നിന്ന് വാള താഴേക്ക് വീഴുന്നു. ഞൊടിയുടെ കൊണ്ട് പ്രവാചകൻ അത് കയ്യിലെടുത്തുകൊണ്ട് ചോദിക്കുന്നു, മയ്യം നഴുക്കമിന്നി, അല്ല എന്നിൽ നിന്നിപ്പോ നിന്നെ തടയാൻ ആരാണ്?
ലാത്തയും ഉസ്സയും മനാത്തയും രക്ഷിക്കുകയില്ല. ഇവിടെ ഇപ്പോൾ ഇല്ലാത്ത അബൂജഹലും മുത്തബത്തും ശൈബത്തും രക്ഷിക്കുകയില്ല എന്നയാൾക്കറിയാം. അങ്ങേയറ്റത്തെ വിനയത്തോടുകൂടി പ്രവാചകനോട് അദ്ദേഹം മാപ്പ് ചോദിച്ചു. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സന്ദർഭത്തിൽ അയാളോട് ചോദിക്കുന്നു, ശരി, താങ്കൾ എന്നിൽ വിശ്വസിക്കാൻ തയ്യാറാണോ? ഈ ദൈവിക ദർശനം സ്വീകരിക്കാൻ താങ്കൾ സന്നദ്ധനാണോ? അയാൾ പറഞ്ഞില്ല. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പുഞ്ചിരിച്ചുകൊണ്ട് അയാളെ യാത്രയാക്കുകയാണ്. ഈ മനുഷ്യൻ ചെന്നിട്ട് തന്റെ സമൂഹത്തോട് പറയുന്നു, ഞാനിപ്പോൾ വന്നിട്ടുള്ളത് ജിഇതുക്കും മിൻ ഇൻദി ഖൈരിൻ നാസ്, ജനങ്ങളിൽ ഏറ്റവും നല്ല സ്വഭാവത്തിനുടമയായ ഒരാളുടെ അടുത്ത് നിന്നാണ് ഞാൻ നിങ്ങളിലേക്ക് വരുന്നത് എന്ന് ശത്രുവിന്റെ അഭിപ്രായമാണ്. അവിടെ നജ്ജാശിയുടെ കൊട്ടാരത്തിൽ വിളിച്ചു വരുത്തി മുസ്ലിങ്ങളെ സംബന്ധിച്ചുള്ള അഭിപ്രായം ആരായുകയാണ്. അബൂ സുഫിയാന്റെ നേതൃത്വത്തിലുള്ള ഖുറൈശി സംഘത്തോട് ചോദിക്കുകയാണ് മുഹമ്മദിന്റെ സ്വഭാവശീലങ്ങളെ സംബന്ധിച്ച്. കളവ് പറയുന്നവനാണോ, ദുസ്വഭാവിയാണോ, അധർമ്മിയാണോ? എല്ലാം അവർ നിഷേധിക്കുകയാണ്. അങ്ങനെ ഒരു സംഭവം ഞങ്ങൾക്ക് പറയാനില്ല. ഞങ്ങൾ മുഹമ്മദ് കൊണ്ടുവന്ന സന്ദേശത്തെയാണ് എതിർക്കുന്നത്. സാക്ഷാൽ അബൂജഹൽ പോലും പ്രവാചകനോട് പറഞ്ഞിട്ടുണ്ട്, ലാ നുകല്ലിബുക് വലാകിൻ നുകല്ലിബു മാ ജിഇത ബിഹി. ലാ നുകല്ലിബുക, താങ്കളെ ഒരിക്കലും ഞങ്ങൾ തള്ളിപ്പറയുന്നില്ല. താങ്കളുടെ വ്യക്തിത്വത്തെ, താങ്കളുടെ സ്വഭാവ മഹിമയെ, വിശ്വസ്തതയെ, സത്യസന്ധതയെ ഒന്നും ഞങ്ങൾ കളവാക്കിയിട്ടില്ല. വലാകിൻ നുകല്ലിബു ബിമാ ജിഇത ബിഹി, പക്ഷേ താങ്കൾ കൊണ്ടുവന്ന സന്ദേശം, ആ സന്ദേശത്തോടാണ് ഞങ്ങളുടെ എതിർപ്പ് എന്ന് സാക്ഷാൽ അബൂജഹൽ പോലും പ്രവാചകനോട് പറഞ്ഞിട്ടുള്ളതായി ചരിത്രത്തിൽ നമ്മൾ വായിക്കുകയാണ്. നമ്മുടെ സന്ദേശം എതിർക്കപ്പെടാം, നമ്മുടെ ആദർശങ്ങൾ ചോദ്യം ചെയ്യപ്പെടാം. പക്ഷേ ആ സന്ദർഭത്തിലും നമ്മുടെ സ്വഭാവവും നമ്മുടെ വ്യക്തിത്വവും നമ്മുടെ പെരുമാറ്റവും എതിരാളികൾ പോലും സമ്മതിക്കുന്ന, എതിരാളികൾ പോലും അടിയറവ് പറയുന്ന ഉജ്ജ്വലമായ സ്വഭാവത്തിന്റെ ഉടമകളായിരിക്കണം വിശ്വാസികൾ എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ ഉണർത്തുന്നു. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, ആ ദൈവദൂതനിലാണ് ഉദാത്തമായ മാതൃകയുള്ളത്. ആ ഉസ്വത്തുൻ ഹസനയെ പഠിക്കുവാനും പകർത്തുവാനും റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.